അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ വ്രതത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് പട്ടിണിയല്ല. പട്ടിണി എന്നത് ലക്ഷ്യ സാക്ഷാത്കാരത്തിൻ്റെ മാർഗം മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നോക്കണമെന്ന് കൃത്യമായി വ്യക്തമായി പറഞ്ഞത് സൂറത്തുൽ ബഖറയിൽ ഒരു സ്ഥലത്ത് മാത്രമാണ്. ഫമൻ ഷഹിദ മിൻകുമു ശഹറ ഫല്യസും. എന്നാൽ നോമ്പിന് ലക്ഷ്യമുണ്ട്. അത് 200-ലേറെ സ്ഥലത്ത് അള്ളാഹു വളരെ വിശദമായി പരത്തി പറഞ്ഞിരിക്കുകയാണ്. വിശ്വാസികളുടെ ഏറ്റവും വലിയ അപജയം ഒരു സ്ഥലത്ത് പറഞ്ഞത് പട്ടിണിയിൽ മാത്രം ശ്രദ്ധിക്കുകയും പരീക്ഷിക്കുകയും 200 സ്ഥലത്ത് പലതവണ ആവർത്തിച്ച് പറഞ്ഞത് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. വ്രതവിശുദ്ധിയുടെ പൂർത്തീകരണത്തിനും സാക്ഷാത്കാരത്തിനും പ്രഥമമായും പ്രധാനമായും സ്വീകരിക്കേണ്ട ചിട്ട ബോധമുള്ള ഹൃദയം എന്നതാണ്. ബോധമുള്ള ഹൃദയവും ജ്ഞാനവും ഭക്തിയും യഥാർത്ഥ വിശ്വാസവും ഒക്കെ ചേരുമ്പോൾ ഈ ഭുവനലോകത്ത് ഒരു മനുഷ്യൻ അവനാൽ കഴിയുന്ന നന്മയും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള വഴികളൊക്കെ തേടി അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലദീന ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന ആയത്തിൽ തന്നെ കുത്തിബ അലൈക്കുമുസ് സിയാമു എന്നത് ഏകദേശം മധ്യഭാഗത്താണ് വരുന്നത്. ആദ്യം യാ എന്ന അള്ളാഹു സ്നേഹത്തോടെ വിളിക്കുകയാണ്. അയ്യുഹ എന്നത് ഒരു ഉണർത്തലാണ്. അല്ലദീന ആമനു എന്നത് വിശ്വാസത്തിലേക്കുള്ള സൂചനയാണ്. ഇത് മൂന്നും കൂടി ചേരുമ്പോൾ ഭാഷയിൽ ഒരു അത്ഭുതമുണ്ട്. മഹാന്മാർ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയത് യാ എന്നത് നിദാ ഉ ഹർഫിൻ മിനൽ ഹബീബി ലിൽ ഹബീബ് എന്നതാണ്. അയ്യുഹ തംബീഹും മിനൽ ഹബീബി ലിൽ ഹബീബ് അല്ലദീന ആമനു അഷ്ഹദതു മിനൽ ഹബീബി ലിൽ ഹബീബ്. ഈ ഒരു വിളിയിലൂടെ ഒരു മനുഷ്യനെ പേടിച്ചെടുത്തോളം അള്ളാഹുവിന് എന്ത് കൽപ്പിച്ചാലും ശിരസ വഹിക്കാനുള്ള ഒരു മനസ്സ് കിട്ടുകയാണ്. സ്വാഭാവികമായും കൽപ്പിക്കപ്പെടുന്ന സുഹൃതം ഇത്തിരി ശാരീരിക പ്രയാസമുള്ളതാണെങ്കിലും ഈ വിളിയോടുകൂടി പ്രയാസങ്ങൾ തകർന്ന് തരിപ്പണമാവുകയാണ്. വളരെ മനഃശാസ്ത്രപരമായിട്ടാണ് ഖുർആന്റെ സമീപനം. ഈ വിളിച്ചതിന് ശേഷമാണ് കുത്തിബ അലൈക്കുമുസ് സിയാമു എന്ന് പറയുന്നത്. അവിടെയാണ് ഫിഖഹിന്റെ നിയമങ്ങളൊക്കെ കയറി വരുന്നത്. കമാ കുത്തിബ അലദീന മിൻ ഖബ്ലിക്കും എന്നതിൽ സത്യത്തിൽ മുൻഗാമികളുടെ ചരിത്രത്തിലേക്കുള്ള സൂചനയാണ്. ലഅല്ലക്കും തത്തഖൂൻ എന്നതാണ് നോമ്പിന്റെ ആത്യന്തിക ലക്ഷ്യം. ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് കേവലം പട്ടിണി മാത്രം അവലംബിച്ചാൽ പോരാ. അവൻ്റെ അവയവങ്ങൾക്ക് നോമ്പായിരിക്കണം, അവൻ്റെ ചിന്തകൾക്ക് നോമ്പായിരിക്കണം. നോമ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബ്രേക്കിടലാണ്, ഇംസാക്ക് എന്നാണ്. ഹബ്സ്, മനുഷ്യൻ അവൻ്റെ ശരീരത്തെ ജയിലിലടക്കുകയാണ്. പ്രത്യേകിച്ച് ചില അവയവങ്ങൾ എത്ര ശ്രദ്ധിച്ചാലും നിയന്ത്രിച്ചാലും അനിയന്ത്രിതമായി തിന്മകൾ ഒഴുകുന്ന ചില അവയവങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 എല്ലില്ലാത്ത 2 അവയവങ്ങളാണ്. ആ രണ്ടും ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ മനുഷ്യ ശരീരമാകുന്ന ഈ രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനയിൽ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്തു നാവ്. അത് ഉള്ളിലേക്ക് വലിച്ചു കെട്ടി പുറത്ത് പല്ലുകളെ കൊണ്ട് ഭദ്രമാക്കി അതിൻ്റെ പുറത്ത് ചുണ്ടുകളെ കൊണ്ട് അതിർ വരമ്പിട്ട് പിന്നീട് താടിയും മീശയൊക്കെ ഒരു കൊടുങ്കാട്ടിൻ്റെ ഉള്ളിൽ മതിൽക്കെട്ടിൻ്റെ അപ്പുറത്ത് കൂടിനുള്ളിൽ വളർത്തുന്ന ഭീകരമായൊരു ജീവിയെ പോലെയാണ് നാവിനെ മനുഷ്യ ശരീരത്തിൽ പടച്ചവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ നാവ് പുറത്തേക്കിട്ടാൽ വിനാശകാരിയാണ്. എല്ലാ സുഹൃതങ്ങളെയും കരിക്കുകയും നന്മകളെ തകർക്കുകയും പ്രതാപത്തെ ഇല്ലാതെയാക്കുകയും പരലോകത്തെ നഷ്ടപ്പെടുത്തുകയും മൃഗീയതയെ ജനിപ്പിക്കുകയും മനുഷ്യത്വത്തെ തകർത്ത് നിർവീര്യമാക്കി തരിപ്പണമാക്കുകയും ചെയ്യുന്ന മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട അവയവമാണ് നാവ്. മഹാനരായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമയുടെ ശ്രദ്ധേയമായ ഒരു അരുളപ്പാടുണ്ട്. മല്ലമദ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വ ശറാബ. ആരെങ്കിലും ചീത്ത വാക്കുകൾ വർജിക്കാതിരിക്കുകയും ഹീനമോഹങ്ങൾ വെടിയാതിരിക്കുകയും മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് രാജിവെക്കാതിരിക്കുകയും ചെയ്താൽ അവൻ പട്ടിണി സ്വീകരിച്ചു എന്നതോ വെള്ളം കുടിക്കാത്തതോ ഭക്ഷണം തിരസ്കരിച്ചതോ പടച്ചവന് യാതൊരു ആവശ്യമുള്ള കാര്യമല്ല എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം പറയലോടുകൂടി ഹബീബനായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം അങ്ങനെയുള്ള വ്രതമെന്ന ഓമനപ്പേരിട്ടുകൊണ്ട് പട്ടിണി പ്രദോഷം വരെ പരിരക്ഷിച്ചുകൊണ്ട് നോമ്പ് നോറ്റു എന്ന ആത്മനിർവൃതിയിൽ കഴിയുന്ന ആളുകളെ നോക്കി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം ലോകത്തോട് പറഞ്ഞു, റുബ്ബ സായിമിൻ
ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ജൂ. എത്ര നോമ്പുകാരാണ് നോമ്പ് കൊണ്ട് അവർക്ക് പട്ടിണിയല്ലാതെ മറ്റൊരു നേട്ടവുമില്ല എന്ന് തുറന്ന് കട്ടായമായി പ്രഖ്യാപിക്കാൻ മടി കാണിക്കാത്ത പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രകാശ പൊരുളായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ഈ വാക്ക് തന്നെ വന്നത് റംല് എന്ന വാക്കിൽ നിന്നാണെന്ന് അഭിപ്രായമുണ്ട്. റംല് സ്വാഭാവികമായിട്ട് അതിന്റെ അർത്ഥം ചൂടാവുക എന്നുള്ളതാണ്, തപിക്കുക. ഇതാണ് ചൂടാവാനുള്ളത്. ഒരു പക്ഷെ ഇത് തീഷ്ണ ഉഷ്ണ സമയത്തായിരിക്കണം. മക്ക പ്രവിശ്യയിൽ പലപ്പോഴും വ്രതം കടന്നു വരും, റമദാൻ കടന്നു വരും. അതുകൊണ്ടാണ് ഈ പേര് വന്നത് എന്ന് ഭാഷാ പണ്ഡിതന്മാരിൽ ചില ആളുകൾ പറയുമ്പോൾ, വേറെ ചില ആളുകൾ പറയുന്നത് മണിക്കൂറുകളോളം പകൽ സമയത്ത് മനുഷ്യൻ അന്നവും വെള്ളവും ഒഴിവാക്കിയിട്ട് പിടിച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവന്റെ ആന്തരിക അവയവങ്ങൾ ഹീറ്റാവുകയാണ്. അതുകൊണ്ടാണ് ഈ പേര് വന്നത് എന്നാണ്. എന്നാൽ അതിലപ്പുറം വേറൊരു ചിന്തകൾ അവിടെയുണ്ട്. സ്വാഭാവികമാണ്, മനുഷ്യനെ നന്മയിലേക്ക് തടയുന്ന ദുശക്തികൾ ആധിപത്യം കുറഞ്ഞു മാറി നിൽക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരർത്ഥത്തിൽ ചങ്ങലയിലിട്ട് അവരെ മാറ്റി നിർത്തിയപ്പോൾ മനുഷ്യന് മറ്റുള്ള മാസങ്ങളിൽ കേൾക്കുന്നതിനേക്കാൾ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കാൻ അവസരമുണ്ട്. മറ്റുള്ള മാസങ്ങളിൽ കേൾക്കുന്നതിനേക്കാൾ പരിശുദ്ധ റസൂലിനെ കുറിച്ച് പഠിക്കാനും കേൾക്കാനും അവസരമുണ്ട്. മറ്റുള്ള സമയങ്ങളിലും മാസങ്ങളിലും ഖുർആൻ പാരായണം ചെയ്ത് ചിന്തിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ വിചിന്തനത്തിനും ചിന്തക്കും ഹൃദയം ചൂടുപിടിപ്പിക്കാനും മനുഷ്യന് അവസരമുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോർത്ത്, ആഖിറമോർത്ത്, ഖബറാകുന്ന ആരുമില്ലാത്ത ഇരുട്ടറയോർത്ത്, മനുഷ്യൻ ചെയ്ത തിന്മകൾ ഓർത്തുകൊണ്ട് ഹൃദയത്തെ ഹൗഫിന്റെ തീ പിടിപ്പിക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ടാണ് റമദാൻ എന്ന് പേര് വെക്കപ്പെട്ടത്. അതിനാദ്യം വേണ്ടത് ബോധമുള്ള മനസ്സാണ്. അതുകൊണ്ട് അള്ളാഹു നോമ്പിനെ കുറിച്ച് കാമ പറയുന്നതിന് മുമ്പ് സൂറത്തുൽ ബഖറയിൽ പലപ്പോഴും എല്ലാവരും ആവർത്തിച്ച് ഓതുകയും ചെറിയ കുട്ടികൾക്ക് പോലും മനപ്പാടുള്ള ആ ആയത്തിൽ അള്ളാഹു ആദ്യം പറയുന്നത് മനുഷ്യ ഹൃത്തടത്തിന്റെ ബോധതല വാതിലിനെ തുറക്കാവുള്ള മിഫ്താഹ് എന്നോണം യാ എന്ന വാക്കാണ്. ഹൃദയത്തിലേക്കുള്ള അറ്റൻഷൻ ബട്ടനാണത്. ഹൃദയം തുറക്കാനുള്ള ഒരു താക്കോലാണത്. യാ, ഹൃദയം തുറന്നാൽ പിന്നെ അയ്യുഹ അവ്വലുഹു റഹ്മ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ബോധവാനായി. അല്ലദീന ആമനു എന്ന് വിളി കൂടിയാവുമ്പോൾ ഒരു വാപ്പ ഒരുപാട് മക്കളിൽ നിന്ന് ഒരാളതിൻ്റെ മോനാന്ന് വിളിക്കുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷവും അവർണ്ണനീയമായ ആനന്ദവും എത്രമേൽ വലുതാണ്. അള്ളാഹു ആണ് വിശ്വാസിയെ അല്ലദീന ആമനു എന്ന ഭാഷയിലെ അത്ഭുതകരമായ പ്രയോഗം കൊണ്ട് വിളിക്കുന്നത്. അതോടുകൂടി സർട്ടിഫിക്കറ്റും കിട്ടി, ഷഹാദയും കിട്ടി. ഇനി കുത്തിബ അലൈക്കുമുസ് സിയാം അല്ല, അതിൻ്റെ എത്ര മേലെ കടുപ്പുള്ള കാര്യം കൽപ്പിച്ചാലും ശിരസ വഹിക്കാൻ അടിയാറിന് യാതൊരു പ്രയാസം ഉണ്ടാവില്ല. അതോടുകൂടി കമാ കുത്തിബ അല്ലദീന ഖബലിക്കും എന്ന് പറയലോടുകൂടി ഏറ്റവും വലിയ സായോജ്യം അവന്റെ ഹൃദയത്തിൽ വരികയാണ്. ഏത് പ്രയാസമുള്ള കാര്യവും നിഷ്പ്രയാസം ചെയ്യാനുള്ള ഒരു പ്രതിജ്ഞയും തീരുമാനവും അവന് പെട്ടെന്ന് വരികയാണ്. കാരണം ഇത് എന്നെ മാത്രം ഏൽപ്പിച്ച പണിയല്ല, മുൻഗാമികൾക്കും അള്ളാഹു ചാർത്തിയിട്ടുള്ള ബാധ്യതയാണ് എന്നൊരു തിരിച്ചറിവ് കിട്ടുമ്പോൾ അവനിനി 60 ദിവസമല്ല, 3 മാസമല്ല, കൊല്ലം മുഴുവനും വ്രതത്തെ അള്ളാഹു ഏൽപ്പിച്ചാലും പ്രയാസമന്യേ അത് ഏറ്റെടുക്കാനുള്ള ഒരു ഹൃദയം, ഒരു മനസ്സ്, ഒരു ചിന്ത അവന് വന്ന് കൂടും. അതിനു വേണ്ടി വളരെ മനഃശാസ്ത്രപരമായിട്ടാണ് അള്ളാഹു വിഷയം കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് ഇതിന്റെ ലക്ഷ്യം തഖ്വയാണ്, ഭക്തിയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി ഭക്തിയാണ്. ഭക്തിയുള്ളവനാണ്. ഭക്തിയുള്ളവനിൽ നിന്നേ വിനയമുണ്ടാകും, ഭക്തിയുള്ളവനിൽ നിന്നേ കാരുണ്യമുണ്ടാകും, ഭക്തിയുള്ളവനിൽ നിന്നേ സഹായമുണ്ടാകും, ഭക്തിയുള്ളവനിൽ നിന്നേ കണ്ണീരുണ്ടാകും, ഭക്തിയുള്ളവനിൽ നിന്നേ മറ്റുള്ളവന്റെ പ്രയാസം ഒപ്പിയെടുക്കാനുള്ള മനസ്സുണ്ടാവും, ഭക്തിയുള്ളവനെ വിശാല മനസ്കത ഉണ്ടാവും, ഭക്തിയുള്ളവനെ അവരന്റെ പ്രയാസത്തിലേക്ക് എത്തി നോക്കാനുള്ള ഉള്ളിന്റെ ചൂടുള്ള കണ്ണുണ്ടാവുകയുള്ളൂ. ഭക്തിയുള്ളവനെ ചോരക്കണ്ണ് ചിലക്കുന്ന തിളക്കുന്ന ഒരു ചോര അതിന്നില്ലല്ലോ. എന്ത് പ്രയാസങ്ങൾ കണ്ടാലും എന്ത് അപകടങ്ങൾ കണ്ടാലും അതൊക്കെ സെൽഫി എടുക്കുക എന്നല്ലാതെ അപകടങ്ങളിൽ പതക്കുന്ന ഒരു ഹൃദയം, തുടിക്കുന്ന ചോര, ഒലിക്കുന്ന കണ്ണ്, വിറക്കുന്ന മേനി, ഇതെല്ലാം തിരിച്ചു വരാത്ത വണ്ണം അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഈ വിശുദ്ധമായ റമദാനിന്റെ പ്രകാശത്തെ സ്വാംശീകരിക്കാൻ നാം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. തീഷ്ണമായ ഉഷ്ണ സമയത്തും അതിനുവേണ്ടി വിജ്ഞാനത്തിലൂടെ, സഹായത്തിലൂടെ, ഖുർആൻ പാരായണത്തിലൂടെ, മറ്റുള്ളവനെ സഹായിക്കലിലൂടെ പ്രഥമ 10 അതിൻ്റെ മധ്യഭാഗവും പിന്നിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പ്രഥമ 10 പടച്ചവന്റെ ഔദാര്യത്തിന് വേണ്ടി കനിയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ചിട്ടയും ലക്ഷണവും അവന്റെ സ്വഭാവത്തെ നാം അനുകരിക്കുക എന്നതാണ്. തഖല്ലഖൂ ബി അഖ്ലാഖില്ല നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവന്റെ സ്വഭാവത്തെ അനുകരിച്ചുകൊണ്ട് ചെയ്യുന്ന സുഹൃതങ്ങളൊന്നും തള്ളുകയില്ല എന്ന് പ്രമാണം പരിശോധിച്ചാൽ സംശയമന്യേ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.
പടച്ചവന്റെ പ്രധാനപ്പെട്ട സ്വഭാവം അത് ഖുർആനിൽ പ്രഥമമായി അള്ളാഹു പറഞ്ഞ സ്വഭാവം തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ലില്ലാഹി മിഅത റഹ്മ അൻസല മിൻഹാ റഹ്മത്തൻ വാഹിദതൻ ബൈനൽ ജിന്നി വൽ ഇൻസി വത്ത്വയ്രി വൽ ഹവാമി വൽ ബഹായിം ഫീഹാ യതആതഫൂൻ വബിഹാ യതറാഹമൂൻ വഅംസക ഇൻദ ഔ അഖറ 99 റഹ്മ യർഹമു ബിഹാ ബൈന ഇബാദിഹി യൗമൽ ഖിയാമ. അല്ലാഹുവിൽ 100 കാരുണ്യമാണെങ്കിൽ ഒരു കാരുണ്യം മാത്രമാണ് ഭൂമിയിലേക്ക് ഇറക്കിയത്. ആ കാരുണ്യത്തിൽ നിന്നാണ് നമുക്ക് അന്നം കിട്ടുന്നത്, വെള്ളം കിട്ടുന്നത്, ഓക്സിജൻ കിട്ടുന്നത്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും നിമിഷാർദ്ധങ്ങളിൽ അനുഗ്രഹങ്ങളുടെ പർദീസയിൽ രാജാവിനെ പോലെ പടച്ചവൻ നമ്മെ പോറ്റുന്നത്. ആ ഒരു കാരുണ്യത്തിന്റെ അംശം വിഹിതിക്കപ്പെട്ടതിൽ നിന്നൊരു ചെറിയ തെല്ല് കിട്ടിയതിന്റെ പേരിലാണ്. എന്നാൽ അള്ളാഹു ഈ ഒരു കാരുണ്യവും അവനിലേക്ക് വലിച്ച് 100 പവർ വിശാലമായ കാരുണ്യം കൊണ്ട് അടിയാറിനെ ഏറ്റെടുത്തുകൊണ്ട് സന്തോഷിപ്പിക്കുകയാണെങ്കിൽ ആഖിറത്തിൽ നോമ്പുകാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഓർത്ത് ആനന്ദ തുന്നില രാവലോട് കൂടി പടച്ചവന് സ്വീകരിക്കില്ലേ എന്ന ആശങ്കയിലും ഭീതിയിലും സ്വീകരിക്കണേ എന്ന് ആത്മനിഷ്ഠയോടുകൂടിയുള്ള ഭക്തസാന്ദ്രമായ പ്രാർത്ഥനക്കും ഈ പരിശുദ്ധമായിട്ടുള്ള റമദാനിൽ അവസരമുണ്ടാകണം. കേവലമായ അരച്ചാണ് വയറിനെ വെള്ളത്തിൽ നിന്ന് അന്നത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് പട്ടിണിയിൽ മാത്രം മണിക്കൂറുകൾ കഷ്ടപ്പെട്ട് ഒതുക്കിയിട്ട് പ്രദോഷ സമയത്ത് മഗ്രിബിന്റെ വാങ്കൊലി മുഴങ്ങുമ്പോൾ ഞാൻ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു സുഹൃതം ചെയ്തു എന്ന രീതിയിൽ ആത്മനിർവൃതി അടയാതെ നമ്മുടെ നോമ്പ് കൽബിലേക്ക് ഇറങ്ങണം, സ്വതിലേക്ക് ഇറങ്ങണം, ഫുആദിലേക്ക് ഇറങ്ങണം, സിറിലേക്ക് ഇറങ്ങണം, റൂഹിലേക്ക് ഇറങ്ങണം, മുഖിലേക്ക് ഇറങ്ങണം, ആളായിലേക്ക് ഇറങ്ങണം. ജീവിതം മുഴുവനും നോമ്പിന്റെ പ്രകാശധാരയിലായിരിക്കണം. ഒനൂറുഹും യസ്ആ ബൈന ഐദീഹിം വബി ഐമാനിഹിം എന്ന് പറഞ്ഞ പോലെ നമുക്ക് നാളെ സിറാത്ത് കത്തിക്കാളുന്ന ഭീകരമായ നരകാഗ്നിയുടെ മുകളിൽ നാട്ടപ്പെട്ട സിറാത്ത് വിട്ടുകടക്കാൻ നോമ്പ് അവിടെ ലൈറ്റാണ്, നിസ്കാരം അവിടെ പ്രകാശമാണ്, തിലാവത്തുൽ ഖുർആൻ അവിടെ പ്രഭ പരത്തുകയാണ്. അങ്ങനെ ആരുമില്ലാതെ കഷ്ടപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് വഴി കാണിക്കുന്ന പ്രകാശമായി മാറാൻ തക്കവണ്ണം പരിശുദ്ധമായ വ്രതമായി പ്രകാശിപ്പിക്കാൻ ഈ ദിനരാത്രങ്ങളിലെ ത്യാഗം നമ്മെ പാകപ്പെടുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയാണ്. കേവലമായ പട്ടിണിയിൽ മാത്രം കലാശിച്ച് നാക്കിനെ പിടിച്ചു വെച്ചില്ലെങ്കിൽ, കൈകാലുകളെ പിടിച്ചു വെച്ചില്ലെങ്കിൽ, പ്രത്യേകിച്ച് സ്വകാര്യ ഭാഗങ്ങളെ പിടിച്ചു വെച്ചില്ലെങ്കിൽ ആ പട്ടിണി കൊണ്ട് പടച്ചവന് യാതൊരു ആവശ്യമില്ല എന്നതും ആ പട്ടിണി കടന്നവന് നാളെ കിട്ടാവുന്നത് പട്ടിണി കടന്നു എന്നതിലപ്പുറം മറ്റൊരു മാർക്കില്ല എന്നതും വളരെ കൃത്യമായി അസന്നിഗ്ധമായി പരിശുദ്ധ റസൂൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വ്രതവിശുദ്ധിയുടെ ദിനരാത്രങ്ങൾ 30 നാള് പിന്നിട്ടിട്ടും പിശാചിന്റെ തോഴനാകുന്ന പാവയാകുന്ന അവസ്ഥയിൽ നിന്ന് മുക്തരാവാതെ, ധാർമ്മിക രംഗത്ത് സടകുടഞ്ഞെഴുന്നേൽക്കാതെ പട്ടിണിയിൽ മാത്രം കലാശിക്കുന്ന പരാജയത്തിന്റെ അധപ്പതനത്തിന്റെ പടുവഴിയിൽ നിന്ന് പടച്ചവൻ നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഹൃദയം തുറന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനുള്ള, പാതിരാവിനെ പകലാക്കി തഹജ്ജുദ് നിസ്കരിക്കാനുള്ള, പകലന്തിയോളം പണിപ്പെട്ട ആളുകൾക്ക് പിന്നെയും ഒന്നും കിട്ടാതെ പട്ടിണി കിടക്കുമ്പോൾ ആ നിർധന കുടുംബത്തെ സഹായിക്കാനുള്ള, കഴിക്കുന്ന മരുന്നുകൾ ഫലപ്രദമാവാതെ, ഉള്ള മരുന്ന് കാശില്ലാത്തോണ്ട് തികയാതെ, രോഗത്തിന് ചികിത്സിക്കാൻ ശമ്പളം പോലും തികയാതെ, നടക്കാൻ കഴിയാതെ, ഇരിക്കാൻ കഴിയാതെ, കിടപ്പില്ലാതെ കരയുന്ന, പാതിരാവിൽ പോലും നിദ്ര നിഷേധിക്കപ്പെട്ടുകൊണ്ട് കഠോരമായ വേദനയ്ക്ക് പാത്രീഭവിച്ചുകൊണ്ട് ആശ്വാസത്തിന്റെ കുളിർമയ്ക്ക് വേണ്ടി ഹൃദയം തുറന്നുകൊണ്ട് കാത്തിരിക്കുന്ന രോഗികളുടെ അടുത്ത് പോയിട്ട് നെഞ്ചൊടിഞ്ഞ് സാരില്ല എന്ന് പറയാൻ, ഞാൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയാൻ, പ്രാർത്ഥിച്ചോ എന്ന് പറയാൻ, അവർക്കൊരു കിറ്റ് കൊണ്ടുപോയി കൊടുക്കാൻ, അവരുടെ കണ്ണീരിനൊരു ആ കണ്ണീര് ഒപ്പാനുള്ള ഒരു അവസരത്തിന് വേണ്ടി ഒക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. ആദം അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് കനി തിന്നിട്ടുണ്ട്. ഒരഭിപ്രായ പ്രകാരം അതൊരു 30 ദിവസമാണ് ആദം അലൈഹി ഇസ്ലാമിന്റെ വയറ്റിൽ തങ്ങിയത്. ആ ഒരു അവസ്ഥയെ ഓർക്കാനും ആ ഒരു പരീക്ഷണത്തെ മക്കളായ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ഓർത്ത് വിലക്കപ്പെട്ട എല്ലാ അവസ്ഥയിൽ നിന്നും നമ്മുടെ ശരീരത്തെ മാറ്റി നിർത്താനുള്ള ഉള്ളിന്റെ തോക്കത്ത്, ആന്തരികമായിട്ടുള്ള ഇന്ധനം, അകത്തളത്തിന്റെ ഹെൽത്ത്, അതിന്റെ അഭാവമാണ് ഇന്ന് എല്ലാ അപകടങ്ങൾക്കും കാരണം. ആ അകത്തളം പ്രകാശിക്കാനും ഉള്ള് ആന്തരികമായ ഹെൽത്ത് കൊണ്ട് ശക്തവത്താവാനും നമ്മൾ അതുവഴി അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ മാത്രം ഇനിയുള്ള മാസങ്ങൾ ജീവിക്കുമെന്ന് തെളിയിക്കാനുമുള്ള ഒരു പരിശീലന കളം മാത്രമാണ്. 11 മാസങ്ങൾ ഇനി എനിക്ക് അനുവദനീയമായ അന്നം ഒഴിവാക്കി, അനുവദനീയമായ വെള്ളം ഒഴിവാക്കി, അനുവദനീയമായ ഭാര്യയിൽ നിന്ന് മാറിയെന്ന് ഭുജിക്കലും ഭോഗിക്കലും ഒക്കെ അവസാനിപ്പിച്ചു. ഈ ഒരു മാസം ഞാൻ
പടച്ചവന്റെ മുമ്പിൽ എനിക്കിങ്ങനെ ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഹലാലായത് ഒഴിവാക്കിയിട്ട് ഞാൻ അത് തെളിയിച്ചുവെങ്കിൽ, ഇനിയുള്ള 11 മാസം എനിക്ക് ഹറാമായത് എന്തായാലും ഞാൻ ഒഴിവാക്കുമെന്ന് വ്രതവിശുദ്ധിയിലൂടെ മൗനം കൊണ്ട് പറയാതെ പറയുകയാണ് വിശ്വാസി. അപ്പോഴേ ലഅല്ലക്കും തഖൂൻ എന്ന അവസ്ഥയിലേക്ക് മനുഷ്യന് ഉയരാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞ് നൽകിയിട്ടുള്ള ഈ ഔദാര്യത്തിന്റെ വിശുദ്ധമായ പുണ്യ പൂക്കാല വ്രത വിശുദ്ധ രാത്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ജാഗ്രതയിലൂടെ ബോധത്തോടെ നാളത്തെ ഭാഗ്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടതൊക്കെ കബൂലാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസമുള്ള ആളുകളെ മനസ്സിലാക്കി അവർക്ക് സഹായം നൽകുവാനും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റിത്തരട്ടെ. ഈ ഉമ്മത്തിലും മനുഷ്യ വിഭാഗത്തിലുമായി കഷ്ടപ്പെട്ട് രാത്രി പോലും ഉറക്കമില്ലാതെ പടയുന്ന രോഗികൾക്ക് അല്ലാഹു ശമനം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അവനെ സഹായിക്കാനുള്ള വിശാല മനസ്കതയും സാമ്പത്തിക സ്രോതസ്സുമൊക്കെ അല്ലാഹു അവന്റെ ഔദാര്യം കൊണ്ട് നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം വറഹ്മത്ത സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തജാവസ അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഇജ്അൽനാ മിൻ ഖയാരി ഉമ്മത്തിഹി വമിൻ മുഹബ്ബിഹി ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.